അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ആരാണ് ശൈഖ്, എന്താണ് ത്വരീഖത്ത് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഷെയ്ഖും തരീഖത്തും എന്നതിനെക്കുറിച്ച്. ഒരു വേള പറഞ്ഞാൽ ഇവിടെയുള്ള വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗുകാർ തുടങ്ങിയിട്ടുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ അവരെക്കാളും ഗൗരവമായി തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണ് ത്വരീഖത്തിൻ്റെ പേരിൽ, വിലായത്തിൻ്റെ പേരിൽ വ്യാജന്മാരായി വിലസുന്ന ആളുകൾ. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും ഇവർക്കൊക്കെതിരെ ശക്തമായി തന്നെ നാം സംസാരിക്കേണ്ടതും അവരുടെ ആശയങ്ങൾ ശരിയല്ല എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതും അനിവാര്യം ആണ്. എന്നാൽ സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ നശിപ്പിച്ചു കളയുന്ന ഇത്തരം വ്യാജന്മാരായ ആളുകളെക്കുറിച്ച് വളരെയധികം ഗൗരവമായി തന്നെ നാം സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ വിവരമില്ലാത്ത വിവരഞ്ഞ ആളുകളൊക്കെയാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഞാൻ ഷെയ്ഖാണ് എന്ന് വാദിച്ചുകൊണ്ട് വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ കാലം മാറിയപ്പോൾ വിവരമുണ്ട് എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ചില തൊപ്പിയും തലപ്പാവുമൊക്കെ ഉള്ള ആളുകൾ തന്നെ ഈ വിലായത്തിൻ്റെയും ഈ ത്വരീഖത്തിൻ്റെയും പേരിൽ വ്യാജന്മാരായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഒരാൾ ഇസ്ലാമികമായ ശരീഅത്ത് പൂർണ്ണമായി അനുധാവനം ചെയ്യണം. അവരാണ് യഥാർത്ഥത്തിൽ ഒരു പരിപൂർണമായ മുസ്ലിം. അതിനാണ് നമ്മൾ തഖ്വ എന്ന് പറയും. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹു പറഞ്ഞത് നാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യുക. തഖ്വയുടെ അർത്ഥങ്ങൾ പലതും പറഞ്ഞതിൽ നിന്ന് വളരെ ചുരുക്കി സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ അർത്ഥമാണത്. അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അത് നമ്മൾ അനുസരിക്കുക, അള്ളാഹു എന്ത് വിരോധിച്ചുവോ അത് നമ്മൾ ഒഴിവാക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വയുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ പരിപൂർണമായ മുസ്ലിം. അവനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ആ ശരീഅത്തിൻ്റെ നിയമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് വിലായത്തിൻ്റെ, ത്വരീഖത്തിൻ്റെ, ഹഖീഖത്തിൻ്റെ മാർഗങ്ങളിലേക്ക് പ്രവേശനം തന്നെയുള്ളൂ. ശരീഅത്തില്ലാത്ത ഒരു ത്വരീഖത്തില്ല, ശരീഅത്തില്ലാത്ത ഒരു വിലായത്തില്ല. ശരീഅത്ത് അടിസ്ഥാനമാണ്. ഈ ശരീഅത്തിലൂടെ ഒരു മനുഷ്യൻ പരിപൂർണമായി ജീവിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളാണ് ഇതൊക്കെ. യഥാർത്ഥത്തിൽ ഇവിടെ ശരീഅത്തിൻ്റെ ഇൽമു പഠിച്ച ഉഖ്റവിയായ ഉലമാക്കൾ, ശരിക്കും അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ. നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. കാരണം എന്താണ്? ഒരു ഉഖ്റവിയായ ഉലമാ എന്ന് പറയുമ്പോൾ അവർ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു കറാമത്ത്. മറ്റ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുക, അത്ഭുതങ്ങൾ അവരിലൂടെ അള്ളാഹു സൃഷ്ടിക്കുക,
ഇതല്ല ഒരാൾ യഥാർത്ഥത്തിൽ വലിയാണ് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. വലിയകളിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകാം. നബിമാരിൽ നിന്ന് മുഅ്ജിസത്ത് എന്ന അത്ഭുതങ്ങൾ ഉണ്ടാകുമല്ലോ. അതേപോലെ ഔലിയാക്കളിൽ നിന്ന്, മശായിഖന്മാരിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത്ഭുതം ഉണ്ടാകലല്ല ഒരാള് വലിയ എന്ന് നാം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം പൂർണ്ണമായി അനുസരിച്ചിട്ടുണ്ടോ, അതാണ് നാം പരിശോധിക്കേണ്ടത്. മഹത്തുക്കൾ പറഞ്ഞു, ആകാശത്തൂടെ ഒരാൾ പറന്നു പോകുന്നത് കണ്ടാൽ, കടലിലൂടെ സമുദ്രത്തിലൂടെ ഒരാൾ കാല് വെള്ളത്തിൽ ചവിട്ടി നടന്നു പോകുന്ന നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പെട്ടെന്ന് വഞ്ചിക്കപ്പെട്ടു പോകരുത്, നിങ്ങൾ ചതിയിൽപ്പെടരുത്. അദ്ദേഹം ഒരു വലിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവകാല ജീവിതം എങ്ങനെ എന്ന് പരിശോധിക്കണം. അപ്പം ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ പഴയകാല ജീവിതം വളരെ മോശമായിരുന്നു, പിന്നീട് അവർ തൗബ ചെയ്ത് നന്നായി നല്ലവരായി. മഹാനരായ അഹ്മദ് ബിൻ യസീദ് ഖത്തീബ് റളിയല്ലാഹുവിനെ പോലെ സരീസ് ഖത്തി റളിയല്ലാഹു എന്ന മഹാന്റെ വഅലിന്റെ സദസ്സിലിരുന്ന് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയ ആളാണ് അഹ്മദ് ബിൻ യസീദ് ഖത്തീബ് റളിയല്ലാഹു. അതുവരെ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉപയോഗിച്ച് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അങ്ങാടിയിലൂടെ ജീവിച്ച ഒരാളാണ്. പക്ഷെ പിന്നീട് തൗബ ചെയ്തു അയാൾ നന്നായി. അപ്പൊ അതാണ് നാം പരിശോധിക്കേണ്ടത്. പഴയകാലത്ത് ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിൽ നാം മനസ്സിലാക്കലല്ല. പൂർവകാല ജീവിതം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തൗബ ചെയ്ത് നല്ല ജീവിതങ്ങൾ ഈ വലിയായി അറിയപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, ഇതാണ് നാം പരിശോധിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ നോക്കൂ, ഈ ശരീഅത്ത് അനുസരിച്ച് ഒരാൾ ജീവിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ നല്ല സൂക്ഷ്മതകൾ ഉണ്ടായിരിക്കും. ആ സൂക്ഷ്മതയാണ് ത്വരീഖത്ത്. വത്വരീഖത്തുൻ അഖുദും ബിഅഹ്വത കൽവറഅ. ഏറ്റവും വലിയ സൂക്ഷ്മത കൈമുതലാക്കണം, അതാണ് ത്വരീഖത്ത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ആ ത്വരീഖത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടുതോർക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞൊരു വാചകം തന്നെ ഇങ്ങനെയാണ്: തർക്കുമാല ബഅസ ബിഹി ഹദറം മിമ്മാ ബിഹി ബഅസ്. ശരീഅത്തിൽ തെറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിന് അതിൻ്റെ പിന്നിൽ തെറ്റ് വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ആ ശറഇൽ തെറ്റ് ഇല്ലാത്ത കാര്യത്തിനെയും കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഉസ്താദ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിനൊരു ഉദാഹരണമെന്ന് ഉസ്താദ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങാടിയിൽ മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഒരാൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു അന്യ സ്ത്രീയെ നാം അറിയാതെ കണ്ടുപോയി. ആ കണ്ടുപോകൽ എന്തല്ല ശറഇൽ തെറ്റല്ല, മനസ്സിലായോ? അങ്ങനെ ഒരാൾ അങ്ങാടിയിൽ പോകുമ്പോൾ ഒരു സ്ത്രീയെ അറിയാതെ കണ്ടുപോകുന്ന ഒരാൾ അതിൻ്റെ പിന്നിൽ വല്ല തെറ്റ് വരുമോ എന്ന് പേടിച്ചുകൊണ്ട് അങ്ങാടിയിൽ തന്നെ ഞാൻ പോകുന്നില്ല എന്ന് ഒരാൾ തീരുമാനിക്കുക. അന്ന് ഉസ്താദ് പറഞ്ഞൊരു എക്സാമ്പിളാണ്. അത് സൂക്ഷ്മതയുടെ അങ്ങേറ്റമാണ്. ഇതാണ് ത്വരീഖത്ത്, ഇതാണ് ഔലിയാക്കൾ. നമ്മൾ കൂടുതൽ ആയത്തോ പണ്ഡിത ഉദ്ധരണികളോ ഇതൊന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ശരീഅത്ത് പൂർണ്ണമാണോ, സൂക്ഷ്മതയുണ്ടോ, ഇതാണ് നാം പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരാൾ ജീവിക്കുമ്പോൾ ഒരാൾ വലിയാണെങ്കിൽ, ഒരാൾ ശൈഖാണെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തുന്നുണ്ടാവില്ല. അത് മൈക്ക് കെട്ടിയാണെങ്കിലും സ്റ്റേജിൽ കയറിയാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആരെയും കുറ്റം പറയൂല. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പൊ പല ശൈഖന്മാരുടെയും പല വിലായത്ത് വാദിക്കുന്നവരും പല തരീഖത്തിന്റെ പേരിൽ ജീവിക്കുന്ന ആളുടെയും ഏറ്റവും നമ്പർ 1 തെറ്റെന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ ശരീഅത്തിന്റെ ഉലമാക്കളെ പരിഹസിക്കുന്നു.
അവർക്കൊന്നും അറിയില്ല, അവർക്ക് തരീക്കത്തില്ല, അവർ വെറും വിവരം അറിവുള്ള ചില ആളുകൾ മാത്രമാണെന്നതല്ലാതെ അവർ ശരീഅത്തിന്റെ ഇൽമുണ്ടെന്നല്ലാതെ തരീക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉഖ്റവിയായ ഉലമാക്കളെ പരിഹസിക്കുകയും അവരെ കൊച്ചാക്കുകയും അവർക്കെതിരെ ഒരു മാന്യതയും നിരക്കാത്ത പദപ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിവിടെ ധാരാളം കാണാം. അതൊരൊറ്റ കാര്യം മതി, അവരൊന്നും ഷെയ്ഖല്ല, അവരൊന്നും വലിയല്ല, അവരൊരു തരീഖത്തിലുമില്ല, അവർ വേറെ വേറെ ലോകത്താണ്, അവർക്ക് വേറെ കാര്യമാണ്, അവർക്ക് ദുനിയാവല്ലോ ആഖിറമോ അല്ല അവരുടെ ഇത്, അവർക്ക് പരലോകത്തിനെ കുറിച്ച് അവർക്കൊരു ബോധവുമില്ല, അവർ ചിന്തിക്കണമില്ല, അവർക്ക് ഈ ഭൗതിക ലോകത്തുള്ള സുഖകരമായ ജീവിതം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഷെയ്ഖാണെങ്കിൽ, ഒരാൾ ത്വരീഖത്തിലുള്ള ആളാണെങ്കിൽ, ഒരാൾ വിലായത്തുള്ള ആളാണെങ്കിൽ അവർ ആരെയും കുറ്റം പറയാതെ സുന്ദരമായ ജീവിതം നയിക്കുന്ന ആളുകൾ, പ്രവാചകന്മാരുടെ ആ വഴി അനുധാവനം ചെയ്തുകൊണ്ട് അക്രമിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് എങ്കിൽ ആ ഒരു മാർഗം സ്വീകരിക്കുന്നു. ആരെയും ആക്ഷേപിക്കാതെ കുറ്റം പറയാതെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവം, അങ്ങനെയാണ് നാം ഉണ്ടാകേണ്ടത്. സാധാരണക്കാരായ ആളുകളെപ്പോലും കുറ്റം പറയാൻ പാടില്ല, പിന്നെയല്ലേ ഉഖ്റവിയായ ഉലമാക്കൾ, അവരുടെ ശരീരത്തിൽ എന്താണ് വിഷമുണ്ട് എന്നതല്ലേ റസാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കി നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഏത് പണ്ഡിത സംഘടനയാണെങ്കിലും, കേരളത്തിലെ 4 സുന്നി മതപണ്ഡിത സംഘടന, അവരിലുള്ള എല്ലാ സാദാത്യങ്ങളെയും എല്ലാ ആലിമീങ്ങളെയും നാം നന്നായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.